ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരായ ആരോപണങ്ങളിൽ SIT ഇന്ന് പ്രാഥമിക അന്വേഷണം തുടങ്ങിയേക്കും. എല്ലാ ആരോപണങ്ങളിലും വിവരശേഖരണം നടത്താനാണ് തീരുമാനം. PV അൻവറിന്റെ മൊഴിയും വൈകാതെ രേഖപ്പെടുത്തും. വിവാദങ്ങൾക്കിടെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് ചേരുകയാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയരാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അഷിൻ ഡിയാഗോ, പ്രത്യേക അന്വേഷണ സംഘം ആദ്യം തെളിവുകൾ ശേഖരിക്കും. PV അൻവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്നാണ് DGP ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. അന്വേഷണം ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക? സുജിയ, CPM ബ്രാഞ്ച് കമ്മിറ്റിക്ക് മുന്നോടിയായി തൊടുത്തുവിട്ടിട്ടുള്ള ഈ ഒരു ആരോപണം, PV അൻവറിന്റെ ആരോപണം, അതിൽ വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളത് തന്നെയാണ് DGP അടക്കം വ്യക്തമാക്കുന്നത്. ഇതിനായി പ്രത്യേക ഒരു സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് പ്രത്യേകം അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 5 അംഗ സംഘമാണ് ഈ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ PV അൻവറിൽ നിന്നും ഏറ്റവും കൂടുതൽ വിവരശേഖരണങ്ങൾ നടത്തിയ ശേഷമാകും ഈ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് തുടക്കമിടുക എന്നുള്ളതാണ്. മാത്രമല്ല, PV അൻവർ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന തെളിവുകളും രേഖകളും ഈ അന്വേഷണ സംഘം ശേഖരിക്കും. ഇതിനുശേഷം ആവശ്യമെങ്കിൽ PV അൻവറിന്റെ മൊഴിയെടുക്കാം എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന 6 ആരോപണങ്ങൾ, പ്രധാനമായിട്ടുള്ള 6 ആരോപണങ്ങളിൽ പ്രത്യേകം അതായത് ഈ 5 അംഗ സംഘത്തിലെ ഓരോരുത്തരായി പ്രത്യേകം തിരിഞ്ഞ് അന്വേഷണം നടത്താം എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. DGP തന്നെ ഈ ഒരു അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു അന്വേഷണത്തിൽ അതിൽ ഒരു തൃപ്തിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് PV അൻവർ ഉള്ളത്. കാരണം ഒരു ADGPക്കെതിരെയുള്ള ഒരു ആരോപണം, അത് അദ്ദേഹത്തിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുമ്പോൾ എത്രത്തോളം സത്യം പുറത്തു വരും എന്ന ആ ഒരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിവരശേഖരണങ്ങൾ നടത്തി ആരോപണങ്ങളിൽ വ്യക്തമായ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് DGP കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള ആ ഒരു നിർദ്ദേശം. ആ നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് മുതൽ പ്രാരംഭ ഈ അന്വേഷണം തുടങ്ങാനാണ് SITയുടെ തീരുമാനം. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വിശദമായ വിവരശേഖരണം നടത്തും. ഇതിനായി തെളിവുകൾ, PV അൻവറിന്റെ പക്കലുള്ള തെളിവുകൾ ശേഖരിക്കും. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണ സംഘം ഉള്ളതും. എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ, ഈ ഒരു തെളിവുകൾ ശേഖരിക്കുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങാം എന്ന ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം, അതായത് മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ, ADGPക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ, ഫോൺ ചോർത്തലടക്കമുള്ള കാര്യങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ, ഇതിന്റെ ഒരു ഗുരുതര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പ്രതിഷേധവും മറുവശത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലടക്കം മാർച്ചുകൾ ഉണ്ട്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ഈ ഒരു വിഷയം രാഷ്ട്രീയപരമായി തന്നെ അത് ആളിപ്പടരുകയാണ്. ഈ ഒരു വിഷയത്തിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM ബ്രാഞ്ച് സമ്മേളനത്തിന് മുന്നോടിയായി ആരംഭിക്കുന്ന ഈ ഒരു ആരോപണം, ആ ആരോപണത്തിന് ശേഷം മുഖ്യമന്ത്രി നേരിൽ കണ്ട് അദ്ദേഹം PV അൻവർ തനിക്ക് പറയാനുള്ളത് പരാതിയായി തന്നെ എഴുതി നൽകുന്നു. അതിനുശേഷം PV അൻവർ മയപ്പെടുന്നു. പിന്നീട് MV ഗോവിന്ദനെ കണ്ടതിന് ശേഷം ഈ അന്വേഷണ സംഘത്തിനെതിരെ അദ്ദേഹം തിരിയുന്നു. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു പടയോട്ടത്തിന്റെ ഭാഗമാണോ ഇത് എന്നുള്ളതാണ്. മാത്രമല്ല, അഷിൻ നോക്കൂ, അവിടെ എപ്പോഴും PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പൊതുസമൂഹം അൻവറിനൊപ്പം നിൽക്കുന്നത് 2 കാര്യങ്ങൾ മുൻനിർത്തിയാണ്. ഒന്ന്, P ശശിക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, മുഖ്യമന്ത്രിയെ മറപിടിച്ചുകൊണ്ട് P ശശി നടത്തുന്ന നീക്കങ്ങളിൽ പാർട്ടിക്കുള്ളിലുള്ള അതൃപ്തി, പൊതുസമൂഹത്തിലുള്ള അതൃപ്തി. അതുപോലെ തന്നെയാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളുടെ ഒരു ആഴം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ കൈമാറേണ്ട ഒരു ബാധ്യതയിലേക്ക് കൂടി PV അൻവർ എത്തുകയാണോ? പ്രത്യേകിച്ചും അദ്ദേഹം ശബ്ദരേഖയടക്കമുള്ള തെളിവുകൾ കയ്യിലുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവകാശപ്പെട്ടതാണ്. ഈ തെളിവുകളടക്കം PV അൻവറിൽ നിന്ന് എപ്പോഴായിരിക്കും ശേഖരിക്കുക, അഷിൻ? ഈ ഒരു പ്രാഥമിക വിവരശേഖരണത്തിന് ശേഷമാകും ഈ തെളിവ് അദ്ദേഹത്തിൽ നിന്നും വാങ്ങുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. കാരണം അദ്ദേഹം ആദ്യം ഈ ആരോപണങ്ങളിൽ അതൊരു വിശദമായ അന്വേഷണം നടത്തി. പിന്നീട് PV അൻവറിന്റെ പക്കലുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ തെളിവുകൾ, ശബ്ദരേഖയടക്കം സ്ക്രീൻഷോട്ടുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന തെളിവുകളടക്കം ശേഖരിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു പൊതുപ്രവർത്തകൻ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്ത്
കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇനി അടിയന്തരമായി തന്നെ കേന്ദ്ര ഏജൻസി ഒരു വിഷയത്തിൽ ഇടപെടണം. കാരണം വൈകുന്തോറും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വലിയ റാക്കറ്റിനെ കുറിച്ചാണ് PV അൻവർ MLA തന്നെ ഭരണകക്ഷി ഒരു MLA തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഗുരുതര സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഏജൻസി ഒരു അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യമാണ് ഈ ഒരു പൊതുപ്രവർത്തനം നൽകിയിട്ടുള്ളത്. ഈ കൊച്ചി സ്വദേശിയായ ഒരു വിവരാവകാശ പ്രവർത്തകനാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷ, സൈബർ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇന്റലിജൻസ് ബ്യൂറോ, CBI എന്നിവയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ ഈ ഒരു കാര്യം സംസ്ഥാന പോലീസിൽ നിന്നും കേന്ദ്രത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്നൊരു ആവശ്യം മറുപക്കൽ ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് PV അൻവറിൽ നിന്നും ഈ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം കടുപ്പിച്ച യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ SP ഓഫീസിലേക്കായിരുന്നു മാർച്ചെങ്കിൽ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിനിടയിൽ SITയുടെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പ്രാഥമിക വിവരശേഖരണം 1 മാസം മുന്നിലുണ്ട്. അതിനിടയിൽ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കില്ല എന്നുള്ള സൂചനകൾ ഇതിനകം തന്നെ വന്നിരിക്കുകയാണ്. ADGP MR അജിത് കുമാർ അതേ സ്ഥാനത്ത് തുടരും. P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമോ അതോ അദ്ദേഹവും അവിടെ തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു.